ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേ വ്ളോഗായിട്ടാണ്. അപ്പോൾ അച്ചാറൊക്കെ എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ ചിലർക്കൊക്കെ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ എൻ്റെ കയ്യിലും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. പരമാവധി അതൊക്കെ വീണ്ടും ശരിയാക്കി നമുക്ക് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ഒന്ന് പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ലേറ്റായി, അതാണ്. ചിലവർക്കൊക്കെ ലേറ്റായി, ചിലവർക്ക് എന്നാൽ തലേദിവസം പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ കിട്ടിയവരും ഉണ്ട്. അപ്പോൾ ഞാൻ കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ തലേദിവസം പാക്ക് ചെയ്തു, പിറ്റേ ദിവസം കൊണ്ടു കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം തോന്നുന്നുണ്ട് അവിടെ നിന്ന് പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ അന്ന് തന്നെ കിട്ടും. ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തെറ്റി എവിടെയെങ്കിലും പോയി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആവും. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കിട്ടാൻ ലേറ്റായാൽ എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. എന്നാലല്ലേ എനിക്ക് അന്വേഷിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ അത് പോട്ടെ. നമുക്ക് ഇന്ന് ക്ലീനിങ് ആണ്. എന്താ വെച്ചാൽ ഇന്നും നമുക്ക് അച്ചാറൊക്കെ ഇടണം. പക്ഷേ വീട് തീരെ വൃത്തിയില്ലാണ്ട് കിടക്കുകയാണ്. ഈ ടെറസിൻ്റെ മോള് അടിച്ചു വാരണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ തുണികൾ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ അടിച്ചു വാരാൻ പറ്റില്ലല്ലോ, ആ പൊടിയൊക്കെ പറക്കില്ലേ. അപ്പോൾ അത് കാരണം രാവിലെ എഴുന്നേറ്റ വഴി ഇത്തിരി വൈകി എഴുന്നേൽക്കാനായിട്ട് എഴുന്നേറ്റ വഴി എല്ലായിടത്തും വന്ന് ഒന്ന് അടിച്ചു വാരാണ്. ഇവിടെ ആകെ പൂപ്പൽ പിടിച്ച് ആ പൂപ്പലൊക്കെ ഇങ്ങനെ അടിച്ചു വാരുമ്പോൾ പോരുകയാണ് കേട്ടോ. അത്രയ്ക്കധികം പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുണികളൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കൂടെ മീൻ വാങ്ങിക്കാൻ ഇപ്പോൾ പോക്ക് നിർത്തി കേട്ടോ. 1, 2, 3 നമ്മൾ ഓരോ പ്രാവശ്യം മീൻ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് നല്ല മീനുകൾ തിരിച്ചറിയണത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി 3ാമത്തെ പ്രാവശ്യം കിട്ടിയ മീൻ ഏറ്റവും നല്ലതായിട്ട് തോന്നി. പക്ഷേ ഫിഷ് അച്ചാർ ചിലവർക്കൊക്കെ നാരങ്ങ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ചിലവർക്ക് മീൻ അച്ചാറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇനി അച്ചാറിൻ്റെ വിശേഷം നിർത്താനൊന്നുമില്ല, നമ്മുടെ ജോലിയല്ലേ അത്, നിർത്താനൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ ഇനി കുറേ ആൾക്കാർ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലെമൺ അച്ചാർ ഇപ്പോൾ അവൈലബിൾ അല്ല. ഫിഷും ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. അത് സൺഡേയിൽ ഇടും കേട്ടോ. അത് പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞാൻ ഫിഷ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 3 ദിവസം ഇരിക്കുമ്പോഴേക്കും ഫിഷ് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് അതിൻ്റെ ആ കുത്തുമണങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നാരങ്ങ അങ്ങനെയല്ല, എത്ര നമ്മൾ വഴറ്റി ഉണ്ടാക്കിയാലും കുറച്ചും കൂടിയും അതൊന്നും ഇരിക്കണം അച്ചാറിട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരാഴ്ചയൊക്കെ ഒന്ന് വൈകും. അപ്പോൾ എല്ലാതും ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഓക്കെ. പിന്നെ ചിലവർക്കൊക്കെ ലീക്കിൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ പിന്നെ ടിന്ന് ചളുങ്ങിയതിൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ ടിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനോട് ഞാൻ പറഞ്ഞ് ടിന്നിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചും കൂടി നല്ല ടിന്നുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡബിൾ സീല് അന്വേഷിച്ചിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. കോയമ്പത്തൂരൊക്കെ പോകണമെന്നാണ് പറയണത്. അപ്പോൾ അത് എന്തായാലും പതുക്കെ നമ്മൾ ചെയ്യാം. പക്ഷേ അതിന് വേറെ സൊല്യൂഷനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് വീണ്ടും അയച്ചു നോക്കാൻ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓരോന്നോരോന്ന് എന്താ പറയുക, ബാലപാഠം പഠിച്ചു വരില്ലേ, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ മുറ്റടി ഇവിടെ ഈ പറമ്പൊക്കെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായി അടിക്കൽ കേട്ടോ. ഡെയിലി ഒന്നും അടിക്കാനായിട്ട് പറ്റണില്ല. രാവിലെ തലേദിവസം നമ്മൾ ചിലപ്പോൾ പാക്ക് ചെയ്യാനൊക്കെ ഇരുന്ന് കുറച്ചധികം വൈകിട്ടാവും. മിക്ക ദിവസം കുറച്ചെങ്കിലും ഞാൻ പാക്ക് ചെയ്ത് അയക്കാനിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാതിരിക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ആരും ഇല്ലാത്ത സമയം, ആരും വരാണ്ട് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അച്ചാർ പകർത്താൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണമല്ലോ നമ്മൾ. ഇത് കൊറിയർ വന്ന് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും കേടാവൊന്നുമില്ല. എല്ലാവരും ചോദിക്കേണ്ട 2-3 ആൾക്കാർ മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ പുറത്ത് വയ്ക്കണോ ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന്. ഫ്രിഡ്ജിൽ വയ്ക്കേ വേണ്ട, പുറത്ത് വെച്ചാൽ മതി. അതിൽ അത്യാവശ്യം എണ്ണയുണ്ട്. പിന്നെ എണ്ണ കളയേണ്ടവർ കളയുക, അല്ലെങ്കിൽ എണ്ണ മാറ്റിയിട്ട് എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. എണ്ണ കിടന്നാലാണ് പൂപ്പൽ വരാണ്ടിരിക്കുക. എണ്ണ നമ്മൾ കഴിക്കുകയൊന്നും വേണ്ട, പക്ഷേ അതവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ ഊറ്റിക്കളയുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോൾഭാഗവും അടിഭാഗവും ഒക്കെ അടിച്ചുവാരൽ കഴിഞ്ഞതാ ഉമർത്തൊത്തി. നമ്മുടെ ചെടികൾക്ക് ഇത്തിരി ഉഷാറ് കുറവാണ്. ചിലതൊക്കെ നന്നായിട്ട് പൊടിച്ചു, പക്ഷേ ചിലതൊക്കെ നമ്മുടെ അടുത്തൊരു പരിചരണം അതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഞായറാഴ്ച ഒഴിവുണ്ടാക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ചെടികളൊക്കെ നമ്മുടെ ഇറയത്തിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് കെട്ടി ഞാത്തി ആ ഒരു പുളിയുമൊക്കെ ഞാത്തി ഇടണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വിചാരിച്ചു. സമയം കിട്ടിയില്ല, എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. ഈ ഞായറാഴ്ച വിചാരിക്കുന്നുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ അതാ പിന്നെ ഒന്ന് കൈയും കാലൊക്കെ കഴുകി നേരെ അടുക്കളയിലേക്ക് വന്നു. ആദ്യം തന്നെ നമ്മുടെ കെറ്റിൽ ഒന്നെടുത്ത് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ നമുക്ക്
ഇന്ന് ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അതേപോലെ തന്നെ ചെറുപയർ കറിയാണ്. ചെറുപയർ കറി ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. മിക്കവാറും ആൾക്കാർ ചെറുപയർ ഇഷ്ടമില്ല എന്ന് പറയണവരാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പുട്ടുണ്ടാക്കാനുള്ള മെയിൻ കാരണം ഈ ആശീർവാദം ആട്ട മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി അമ്മയ്ക്കന്ന് വാങ്ങിച്ചതായിരുന്നു. അതിനി കേട് വന്ന് പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുട്ടാക്കിയത്. കൂടുതലും വെള്ളയപ്പവും ദോശ ഇഡ്ഡലിയാണ് ഇപ്പോൾ, അല്ല വെള്ളയപ്പല്ല കേട്ടോ, വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ചായി. ഉപ്മാവും ദോശ ഇഡ്ഡലിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത്. പുട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് അതൊക്കെ വേവിക്കാൻ വെച്ചു. പിന്നെ ചായ എനിക്ക് മാത്രം വെച്ചു. ചേട്ടൻ പോയിട്ട് വന്നിട്ടില്ല, മീൻ വാങ്ങിക്കാൻ പോയിട്ട്. പിന്നെ വരുമ്പോഴേക്കല്ലേ വെക്കണ്ടോ, അല്ലെങ്കിൽ പിന്നെ പോണ വഴിക്കൊക്കെ എന്തായാലും കുടിക്കും. അപ്പോൾ എനിക്ക് നല്ല കടുപ്പുള്ള ചായ, നല്ല പാലൊഴിച്ച് അങ്ങനെയാണ് ഇഷ്ടം, കുറച്ച് മധുരം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പൊടി ഒന്ന് വറുത്തെടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എന്താ പറയുക, അതിനിടയ്ക്ക് നമ്മുടെ ചായ തിളച്ച് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചായ ആയാലും കുഴപ്പമില്ല, ഞാൻ ചായ പകർത്തി അതിലെടുത്ത് മാറ്റി വെച്ചു. പിന്നെ അടുത്ത് നമ്മുടെ പുട്ടും കുമ്പും എടുത്ത് വെച്ചു കേട്ടോ. അത് തിളക്കട്ടെ അപ്പോഴേക്കെന്ന് വിചാരിച്ചിട്ട് അതിനിടയ്ക്ക് ചായ ഞാൻ കപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇരുന്ന് കുടിക്കാമെന്നുള്ള ടൈമില്ല, അവിടെ നിന്ന് നമ്മളിത് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ കുടിച്ച് അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചത് ഒഴിച്ച കാരണം പുട്ടുകുമ്പത്തിലത്തെ വേഗം ആവി വന്നു. പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് ഇതാ നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് അടിക്കുക. അത് കുറച്ച് പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ, കൂടുതലിട്ടുണ്ടെങ്കിൽ ആകെ കട്ടിയായിട്ട് അങ്ങോട്ട് പിരിയും. അപ്പോൾ സുഖം ഉണ്ടാവില്ല. പുട്ട് ചെറുതായിട്ടൊന്ന് അടിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് നല്ലോണം നാളികേരം വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇതിൽ നിറയെ ഉണ്ടാക്കി, 2 കഷ്ണം ബാക്കി വന്നു വൈകുന്നേരത്തേക്ക്. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഇന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവരും വേഗം തന്നെ വന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അലക്കലും അലക്കി തോരയിടലൊക്കെ കഴിഞ്ഞ് ഒന്ന് അടിച്ചു വാരിയൊക്കെ വന്നപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പാത്രങ്ങളും കൂടി കഴുകി ഒതുക്കി വെച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഇരിക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അല്ലാണ്ട് എല്ലാ പണിയും അവിടെ ഇട്ടിട്ട് വന്ന് അച്ചാറുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പണി ചെയ്യാൻ വിചാരിച്ചാൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ എപ്പോഴും എല്ലാ പണി കഴിച്ചിട്ടാണ് ഞാൻ അച്ചാറിടാനായിട്ട് ഇരിക്കുന്നത്. എല്ലാ സൺഡേയിലും ഇപ്പോൾ അച്ചാർ ഇടുന്നുണ്ട്, മീനും ഇടുന്നുണ്ട്, ലെമണും ഇടുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെല്ലാവരുടെയും ഹെൽപ്പാണ്. കുറേ ആൾക്കാരും കൂടുതൽ ആൾക്കാരും സ്നേഹം കൊണ്ട് ഓർഡർ ചെയ്തവരാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് ഓർഡർ ചെയ്തിട്ട് അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. മീൻ പിന്നെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൽ ആ മുള്ളുള്ള ഭാഗം ചെറിയ പീസുകൾ പിള്ളേർക്ക് വറക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ തലഭാഗം കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചി കറിവേപ്പിലും നന്നായിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി ഉലുവാപ്പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് മൂപ്പിക്കുക. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും ഒന്നും ഇതിൽ ഉപയോഗിക്കില്ല. എന്ന് വെച്ചാൽ ഇത് നമുക്ക് 1-2 ദിവസമൊക്കെ ഇരിക്കാവുന്ന ഒരു കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിയും തക്കാളിയും അങ്ങനത്തെ സംഭവങ്ങളും, നമുക്ക് 2-3 ദിവസമൊക്കെ മീൻകറി ഇരിക്കണമെങ്കിൽ അങ്ങനെ ഉള്ളിയും തക്കാളിയൊന്നും അരിഞ്ഞിടാണ്ടിരിക്കുകയാണ് അതിന് നല്ലത് കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, കുടംപുളി ഇട്ടിട്ടാണ് ഞാൻ വെച്ചത്. എനിക്ക് കുടംപുളിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂർക്കാർ അങ്ങനെ കറി വയ്ക്കില്ല. പണ്ടൊക്കെ എൻ്റെ അമ്മ ചെയ്തിരുന്നു, ഇപ്പോൾ പിന്നെ അമ്മയില്ലല്ലോ. അങ്ങനെ അപ്പോൾ അതിനിടയ്ക്ക് തിളച്ച് വെള്ളമൊഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് മൂടിച്ചു. നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മുടെ മീനിൻ്റെ തലഭാഗമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. വലിയ തലകളാണ് 3, അപ്പോൾ അത് കാരണം അതിൻ്റെ പരമാവധി ചെറിയ പീസ് എടുത്താൽ പരമാവധി മാസമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത്രയും വലിയ തലകളാണ് കേട്ടോ. 3-4 കിലോനുള്ള മീനിൻ്റെ തലകളല്ലേ, അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇട്ടത്. മുഴുവനോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിക്കാൻ കൂടില്ലന്നേ. അങ്ങനെ അത് നന്നായിട്ട് തിളച്ച് ഒരു 3-4-5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ. തലയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം നേരം തിളപ്പിച്ചു. ഇതാ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കുറച്ച് കറിവേപ്പിലയും അവസാനം 2ാമത് വെളിച്ചെണ്ണയൊന്നും ഞാൻ ഒഴിച്ചില്ല. ഇത്തിരി ഉലുവാപ്പൊടി 2ാമത് ഇട്ടു. വെളിച്ചെണ്ണ വെച്ചാൽ അത്യാവശ്യം അതിലുണ്ട്, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ മീനച്ചാർ ഇടുന്ന ഒരു കോലാണ് മുറ്റത്താണ് ഇന്ന് ഇട്ടത്. ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കണം സൈവട്ടം പറഞ്ഞ കാരണം കൊണ്ടാണ് മുറ്റത്ത് ഉണ്ടാക്കിയത് കേട്ടോ. ഗ്യാസ് സ്റ്റൗ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്, അല്ലാണ്ട് അടുപ്പ് കത്തിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ അടിപൊളി അച്ചാർ റെഡിയായി.
അപ്പോൾ ദാ ഇന്ന് ഈ വോയിസ് കൊടുക്കണ അന്ന് തുടങ്ങി ഞാനിത് പാക്ക് ചെയ്ത് വിടുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ പൈസ തന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നാണ് പാക്ക് ചെയ്യണുള്ളൂ, ഇന്നാണ് അച്ചാർ റെഡി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടും, 2-3 ദിവസം കേട്ടോ കിട്ടും. ഒരു 5 ദിവസമായിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണമെന്ന് മറക്കരുത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് എഴുതാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യണം. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, കച്ചവടമൊക്കെ പിടിച്ച് തരിക എല്ലാവരും. എനിക്ക് ഇനിയിപ്പോൾ വേറൊന്നും പറയാനില്ല, ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഭരണിയിലേക്ക് പകർത്തി വയ്ക്കുക. അന്ന് ഒരു ദിവസം ചൂടാറി ഒരു ഉരുളിയിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഭരണിയിൽ വെച്ച് ഇതേപോലെ ഞാൻ ഇങ്ങനെ കെട്ടി വയ്ക്കും കേട്ടോ. മിനിമം 3 ദിവസം കഴിയാണ്ട് തുറന്നിട്ട് ഒരു കാര്യമില്ല ഫിഷ് അച്ചാർ. പിന്നെ ഒരാഴ്ച 1 മാസമൊക്കെ ഇരുന്നാൽ ഓരോ ദിവസം വയ്ക്കും തോറും അച്ചാർ ടേസ്റ്റ് കൂടി വരും കേട്ടോ. നമ്മൾ തൊടാണ്ട് അധികം വെള്ളമൊന്നും ആവാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായി വരും. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ദിവസം തിങ്കളാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.